ഹലോ, സുഖമാണോ എല്ലാവർക്കും? 2025 അവസാനിക്കുകയല്ലേ. എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. 8 വർഷം മുമ്പ് ഇതേ ദിവസമാണ് ഞങ്ങളുടെ കാരണവന്മാരെല്ലാം കൂടെ ഈ പെണ്ണ് ഈ ചെറുക്കനുള്ളതാണെന്ന് ഉറക്കെ പറഞ്ഞ് കൈയടിച്ച് പാസ്സാക്കിയ ദിവസം. അതായത് രമണ, എൻ്റെയും കണവൻ്റെയും വിവാഹ നിശ്ചയം നടന്ന ദിവസം എന്നാണ് നോമ്പ് ഉദ്ദേശിച്ചത്. 2025 ഒരുപാട് നല്ല ഓർമ്മകൾ തന്നൊരു വർഷം കൂടിയായിരുന്നു എനിക്ക്. എന്ത് കാര്യം ചെയ്താലും എന്തെങ്കിലും പൊട്ടത്തരം ഒപ്പിച്ച് വെക്കുന്ന ഞാൻ ഈ വർഷം ജനുവരി 1 മുതൽ ഇന്ന് വരെ എടുത്ത എല്ലാ തീരുമാനങ്ങളും കറക്റ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല, അത് നടപ്പിലാക്കാൻ ട്വിസ്റ്റിന് മേൽ ട്വിസ്റ്റ് തന്ന് ഞാൻ വിശ്വസിച്ച് എൻ്റെ ഇഷ്ടദൈവം എൻ്റെ ഒപ്പം ഉള്ളതുപോലെ എനിക്ക് തോന്നിയത്. ഈ വർഷം തുടക്കത്തിൽ കുറ്റം പറഞ്ഞവരും തള്ളി പറഞ്ഞവരും എല്ലാം അവസാനമായപ്പോൾ ഒതുങ്ങിപ്പോയൊരു വർഷം കൂടിയാണ് 2025. ഞാനിത് പറഞ്ഞ് ചിരിച്ചപ്പോൾ എൻ്റെ അമ്മൂമ്മ എന്നോട് പറയുക, ഒരുപാട് ചിരിച്ചാൽ ഒരുപാട് കരയേണ്ടി വരും, അതുകൊണ്ട് ആവശ്യത്തിന് മതിയെന്ന്. ശരിയാണ്. പക്ഷേ ഒരുപാട് കരഞ്ഞതിന് ശേഷം കിട്ടിയ സന്തോഷങ്ങൾക്ക് മധുരം കൂടുതലായിരിക്കും. ഞാൻ എപ്പോഴും ഓർമ്മകൾ ജീവിക്കുന്ന ഒരു പൊട്ടത്തിയാണെന്ന്, ഇനി അങ്ങനെ ആവാൻ പാടില്ല എന്നും പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ കെട്ടിയനാണ് കേട്ടോ. ഒരു പക്ഷേ ഇനി അങ്ങോട്ട് വിഷമങ്ങളുടെ നഷ്ടങ്ങളുടെ കാലം വന്നാലും 2025 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തിളക്കമുള്ള വർഷമായിട്ട് എന്നെ നിലനിൽക്കും. പഴയ സങ്കടങ്ങൾ തലയിലിട്ട് വേവിച്ച് ടെൻഷൻ അടിക്കാനോ ഇനി നേരിടാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആദ്യം കയറാനോ ഞാനില്ല. ഇന്നത്തെ സന്തോഷം, നാളത്തെ കാര്യം നാളെ. എൻ്റെ കണവൻ എന്നെ പഠിപ്പിച്ച കാര്യമാണ് കേട്ടോ ഇത്. എൻ്റെ ഈ വർഷം കളറാക്കിയത് എൻ്റെ കെട്ടിയൊരു മോളും കൂടെയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ഇതുങ്ങളെ രണ്ടിനെയൊന്നും എനിക്ക് തന്നെ തന്നല്ലോ. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കണ്ടു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കെട്ടിയവനും എപ്പോഴും കീരിയും പമ്പുമാണ് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ERST ഡ്രസ് ബാങ്കിൽ പഴയ ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്ത് തുടങ്ങിയത് തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതിന് ശേഷമാണ്. പക്ഷേ ഡ്രസ്സ് കളക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പുള്ളിയുടെ ചില ഫ്രണ്ട്സ് നല്ലത് പറയുന്നതും മോശം പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ പറയുന്നതൊക്കെ ഫോൺ കോളിലൂടെ അവർ അറിയാതെ എന്നെ കേൾപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നു, ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത് തീർക്കാനും കഴിഞ്ഞു. ഈ പഴയ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പഴന്തുടി പെറുക്കി എന്നൊരു വിളിപ്പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം പറയണമെങ്കിൽ ഒരു 7 വർഷം പുറകിലോട്ട് പോകണം. ബിസിനസ്സിന് കോട്ടം തട്ടി എൻ്റെ കെട്ടിയ കുറച്ച് ക്ഷീണത്തിലിരിക്കുന്ന സമയം പുള്ളിയുടെ ലോൺ അടച്ച് തീരുമ്പോഴേക്കും എൻ്റെ സാലറി തീരാറായിട്ടുണ്ടാവും. എന്നാലും ചെറിയ ചെറിയ ടൂർ പോകാനുള്ള ക്യാഷൊക്കെ ഞങ്ങൾ ഒപ്പിച്ച് വെക്കും കേട്ടോ. ആ സമയം അമ്മാവൻ്റെ കട പൊളിച്ചപ്പോൾ കിട്ടിയ കുറേ ഐറ്റംസ്, അല്ലറ ചില്ലറ ആക്രി സാധനങ്ങളെല്ലാം കൊണ്ട് ഒരു കാറിൽ മാക്സിമം നിറച്ചുകൊണ്ട് ഞങ്ങൾ ആക്രിക്കടയിൽ കൊടുത്ത് ആ ക്യാഷും കൊണ്ട് പുള്ളി ഞാൻ കറങ്ങാൻ പോയിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ആ സമയത്തൊക്കെ കുറേ ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും ഒക്കെ സ്വന്തക്കാരെ വാങ്ങി നിന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ നേരിടേണ്ടി വന്നേക്കാവുന്ന എക്സ്ട്രീം സിറ്റുവേഷനിൽ ചെന്നിട്ട് തിരിച്ച് വന്നുകൊണ്ടായിരിക്കും എന്ത് കേട്ടിട്ട് ഇപ്പോൾ എനിക്കൊരു കുലുക്കമില്ലാത്തത്. നല്ല രീതിയിൽ ശമ്പളം വാങ്ങുന്ന സമയത്ത് ആക്രി വർക്കേ ഞങ്ങളോട് പഴന്തുണിയുടെ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും, ആരും കാണാതെ നീ കരഞ്ഞതിനുള്ള മറുപടി ദൈവം നിനക്ക് തരും എന്നാണല്ലോ പ്രമാണം. 2025 ഭഗവാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ച വർഷമായിരുന്നു. ഒരു പക്ഷേ ഇങ്ങനെ ഒരു വർഷം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ചങ്കായി ഒപ്പം നിന്നവർക്കും കരയിപ്പിച്ചവർക്കും ഒറ്റപ്പെടുത്തിയവർക്കും അപവാദം പറഞ്ഞവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.